പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോ UDF വന്നാലും എനിക്ക് കിട്ടൂല. നിങ്ങൾ തന്നെ വരണം. പെൻഷൻ കിട്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ കളിക്കുന്നില്ലോ. അതേമാതിരി ഞാൻ കയറിയിട്ട് കളിച്ച. CPM ഇപ്പോൾ മകൻ വീണാലും മരുമകളുടെ കണ്ണീര് കാണണം എന്ന രീതിയിലായി പ്രവർത്തനങ്ങൾ. ഇപ്പോഴത്തെ തകർന്ന പ്രതിച്ഛായ മാറ്റാൻ എന്തു ചെയ്യാനും ഒരുക്കമായി നിൽക്കുകയാണ് ആ പാർട്ടി. CPMന്റെ PR ഉൽപാദകൻ അല്ലെങ്കിൽ CPMന്റെ കിണർ കോലു തൊടുന്നതെല്ലാം പൊന്നല്ല പാമ്പായി മാറുന്ന സ്ഥിതിയാകും. അതായത് CPM ഇപ്പോൾ എന്തു ചെയ്താലും അത് മഹാ തോൽവിയായി മാറുന്ന ഒരവസ്ഥ. ജനങ്ങൾക്ക് മുന്നിൽ വലിയ വികസന കാഴ്ചകൾ അവതരിപ്പിക്കാമെന്ന ലക്ഷ്യത്തോടെ നടത്തിയ യാത്രകൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിഹാസ വിഷയമായി മാറും. ഒരു പെൻഷൻ സംഭാവനയുടെ ചെറിയ വീഡിയോ, പക്ഷേ അതിന് പിന്നിൽ പുറത്തു വന്ന കഥകൾ കേട്ടാൽ അതൊരു സാധാരണ സംഭവമല്ല, ഒരു പൂർണ്ണ PR തിരക്കഥയുടെ പൊളിഞ്ഞ മുഖമായിരുന്നു എന്ന് മനസ്സിലാകും. ഇന്നത്തെ ഈ വീഡിയോയിൽ ആ സംഭവത്തിന്റെ യഥാർത്ഥ കഥ മെനഞ്ഞ ആളെക്കുറിച്ചും അതിലൂടെ പുറത്തു വന്ന രാഷ്ട്രീയ സന്ദേശവും ഞാൻ വിശദമായി പറഞ്ഞു തരാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ വീഡിയോ എല്ലാവരുടെയും അടുത്തെത്താൻ നിങ്ങളുടെ വിലയേറിയ സഹായം ഈ സമയത്ത് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം, LDFന്റെ വികസന യാത്ര ജനങ്ങൾക്ക് മുന്നിൽ വലിയ പ്രതീക്ഷയും വിശ്വാസവും സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കരുണയും പരിഗണനയും കാണിക്കുന്ന ഒരു ദൃശ്യം ജനങ്ങളുടെ മനസ്സിൽ പതിയണം എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ ആ യാത്രക്കിടയിൽ ഗോവിന്ദൻ മാഷ് നൽകിയ ഒരു പെൻഷൻ സംഭാവനയുടെ വീഡിയോ പുറത്തു വന്ന നിമിഷം ആ കാഴ്ച ജനങ്ങളുടെ ഹൃദയത്തിൽ കരുണയാകാതെ സംശയമായി മാറി. സഹായത്തിന്റെ രംഗം എന്ന് കരുതിയിരുന്നവർ പോലും അതൊരു മുൻകൂട്ടി ഒരുക്കിയ PR സ്റ്റണ്ടാണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. വീഡിയോ സോഷ്യൽ മീഡിയയിൽ CPMക്കാർ തന്നെ പ്രചരിപ്പിച്ചതോടെ സംശയം കൊടുങ്കാറ്റായി ഉയർന്നു. അത് സ്വാഭാവികമായി നടന്ന ഒരു സംഭവം തന്നെയാണോ, അല്ലെങ്കിൽ അത് ക്യാമറയ്ക്കായി ഒരുക്കിയ ഒരു തിരക്കഥയാണോ എന്ന് പലരും തുറന്നു പറഞ്ഞ് ആക്ഷേപിച്ചു. ഇതൊരു PR പദ്ധതി ആവാനാണ് സാധ്യതയെന്ന് സോഷ്യൽ മീഡിയയിലെ ഗമണ്ടന്മാർ അന്നേ പ്രവചിച്ചിരുന്നു. എന്നാൽ അന്നത് CPM അനുകൂലികൾ എല്ലാം വെറും രാഷ്ട്രീയ പ്രചാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. ആ പെൻഷൻ രംഗത്തിന് പിന്നിൽ ഒരു തയ്യാറാക്കിയ തിരക്കഥ ഉണ്ടായിരുന്നു എന്ന് തന്നെ പുതിയ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നു. ഒരു ചെറിയ വീഡിയോ എന്ന് കരുതിയത് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ തെളിവായി മാറുകയാണ്. അതുമാത്രമല്ല, പിണറായി സർക്കാരിനായി PR പ്രവർത്തനം നടത്തിയ കിണർ കോലു എന്ന പ്രചാരകൻ ഇപ്പോൾ സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഗോവിന്ദൻ മാഷിന് ഒരു വയോധികൻ നൽകുന്ന പെൻഷൻ സംഭാവനയും അതെങ്ങനെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നുള്ള 2 വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോ UDF വന്നാലും എനിക്ക് കിട്ടൂല. നിങ്ങൾ തന്നെ വരണം. ഒരു കാര്യം മാസ് വാങ്ങിയായിട്ട് കൂട്ടിക്കോട്ടോ. മനസ്സാറിന് കൊടുത്തതല്ലേ? മനസ്സാറിന് കൊടുത്തതല്ലേ? അങ്ങനെയല്ലേ പറയുന്ന നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? കേട്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞതേനും ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തിയത്തു, പിണറായിന്റെ എത്തിയത്തും വേറെ എല്ലാവരുടെ എത്തിയത്തും പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ കളിക്കുന്നില്ലോ. അതേമാതിരി ഞാൻ കയറിയിട്ട് കളിച്ച മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ ഇതൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങളെന്നെ ഫീസയിലിടീന്നും പറഞ്ഞു. ഫീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഫീസയിലിട്ട് തന്നു. ഞാൻ മനസ്സറിന് കൊടുത്തല്ല. ജോലി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്.
അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനെ കൊണ്ട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഇപ്പൊ ഞാന് പൂനൂർ പോയിരുന്നു. പള്ളിയിൽ പോയപ്പോ സുഹൃത്തുക്കളെ, അതെല്ലാം പോട്ടെ, ഈ ഒന്നും അറിയാത്ത ഈ വന്ധ്യവയോധികനെ കൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ സ്റ്റേജിൽ കയറ്റി പെൻഷൻ നാടകം അരങ്ങ് തകർത്ത് അവതരിപ്പിച്ചതും പോരാ, എന്നിട്ട് അത് PR നാടകമാണെന്ന് പിടിക്കപ്പെട്ടപ്പോ ഈ ഗോവിന്ദൻ മാഷ് കിടന്ന് മെഴുകുന്ന മെഴുക്ക് കണ്ട പെറ്റ തള്ള പോലും സഹിക്കില്ല. അതോടൊന്ന് കണ്ടു നോക്ക്. പണം തന്നു, അത് നടത്തിയില്ലെങ്കിലല്ലേ അത് കോൺഗ്രസും ജീവ് ആവാണ്ടിരിക്കുക. ആ പാവം കർഷകരോട് ഞാൻ ബഹുമാനത്തോടുകൂടി ആ 2000 രൂപ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ 2000 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റ് ഇട്ടു. നിങ്ങൾ തന്നെ ഉപയോഗിച്ചോ. നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, ഇതൊരു ചെറിയ പെൻഷൻ രംഗം മാത്രമാണ്. പക്ഷെ അതിലൂടെ പൊളിഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയ മുഖമാണ്. ജനങ്ങൾക്ക് കരുണ കാണിക്കാൻ എന്ന പേരിൽ ഒരുക്കിയ ഒരു രംഗം ഒടുവിൽ സർക്കാരിന്റെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിവാദമായി മാറിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നം. CPM-ന്റെ അകത്തു നിന്ന് പുറത്തു വരുന്ന ചില വാർത്തകൾ ഇപ്പോൾ ഈ വിവാദത്തിന് മറ്റൊരു രാഷ്ട്രീയ കോണ് തുറന്നു കാണിക്കുന്നുണ്ട്. ഈ PR പദ്ധതി ഒരുക്കിയ ചാനലിന്റെ മുൻ ഉടമ തന്റെ അപ്പനെ രാഷ്ട്രീയമായി തകർത്ത പിണറായിക്ക് ഇപ്പോൾ തിരിച്ചടി കൊടുക്കുകയാണ് എന്നതാണ് പാർട്ടിക്കുള്ളിലെ ചർച്ച. അതായത് ഇത് വെറും ഒരു പെൻഷൻ വിവാദമല്ല, CPM അകത്ത് തന്നെ നടക്കുന്ന അധികാര പോരാട്ടത്തിന്റെ പ്രതിഫലനമായിരിക്കാം എന്ന സംശയം ഇപ്പോൾ ശക്തമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും തന്നെ അറിയാം ആരാണ് ഈ PR ഉൽപാദകനെന്ന്. അദ്ദേഹം തൊട്ടതെല്ലാം പാമ്പായി. അദ്ദേഹം എന്തൊക്കെ PR ഉൽപ്പാദിപ്പിച്ചോ അതെല്ലാം LDF-നും പിണറായി സർക്കാരിനും പാര മാത്രമായി. നമുക്കറിയാം ഒരു നീലപ്പെട്ടി, നമുക്കറിയാം ഒരു കാഫർ വിവാദം. അങ്ങനെ ഓരോന്നും എല്ലാ PR-ഉം ഇദ്ദേഹത്തിന്റെ തലയിൽ നിന്നാണ് ഉദിച്ചത്. അദ്ദേഹത്തെ ഇപ്പോൾ കേരളം അറിയപ്പെടുന്നത് കിണർകോലു എന്നാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഒരു വലിയ കാര്യം വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു ചെറിയ PR പ്രവർത്തനം പോലും ശരിയായി നടത്താൻ അറിയാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിലെ ഭാവിയെക്കുറിച്ചുള്ള വലിയ പദ്ധതികൾ എങ്ങനെ വിജയകരമായി നടപ്പാക്കും എന്ന ചോദ്യമാണ് സാധാരണക്കാരുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നത്. ഇതുവരെ പല പദ്ധതികളും വഴിമധ്യേ തകർന്നു വീഴുന്നത് കേരള ജനം കണ്ടതാണ്. ഇനി കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നുവോ എന്ന ആശങ്കയും ഇപ്പോൾ കേരളത്തിൽ ശക്തമാകുകയാണ്. ഒരു ചെറിയ പെൻഷൻ രംഗം മാത്രം, പക്ഷേ അതിലൂടെ പൊളിഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയ ചിത്രം. വികസന യാത്ര എന്ന പേരിൽ ജനങ്ങളുടെ മുന്നിലെത്തിയത് ഒടുവിൽ PR പരാജയത്തിന്റെ പ്രതീകമായി മാറുന്ന കാഴ്ചകൾ തന്നെ. ജനങ്ങൾ കരുണ കാണുമെന്ന് കരുതിയ രംഗം ഒടുവിൽ സംശയവും നിരാശയും നിറച്ച ഒരു വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ ഒരിക്കൽ പെൻഷൻ മുടങ്ങിയപ്പോൾ സർക്കാരിനെ നാട്ടിലിറങ്ങി പിച്ചച്ചട്ടിയുമായി പ്രതിഷേധിച്ച മറിയാമ്മ ചേർത്തിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരും. ആ കാഴ്ച ഇന്നും നമ്മുടെ പലരുടെയും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. സ്വന്തം അവകാശമായ പെൻഷൻ കിട്ടാതെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടി വന്ന കാലം ഇത്ര പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റും? കാരണം ഈ കബളിപ്പിക്കൽ സർക്കാർ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒളിപ്പിക്കാനും യഥാർത്ഥ അവസ്ഥ മറയ്ക്കാനും ഒരു തിളക്കപ്പെട്ട PR രംഗം ഒരുക്കിയാൽ മതിയെന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ ക്യാമറയ്ക്ക് മുന്നിലെ ഒരു രംഗം കൊണ്ട് മറയ്ക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറപ്പാണ്. മറിയാമ്മ ചേർത്തിയുടെ പിച്ചച്ചട്ടി അതാണ് യഥാർത്ഥ കേരളത്തിന്റെ ചിത്രം. ഇന്ന് കാണുന്ന ഈ പെൻഷൻ PR രംഗം അതൊരു നാടകവേദി മാത്രം. ജനങ്ങളുടെ വേദന മറയ്ക്കാൻ PR പദ്ധതികൾക്ക് കഴിയില്ലെന്ന് ഈ സംഭവം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ CPM ചെയ്യുന്ന ഓരോ നീക്കവും തിരിച്ചറിയാവുന്ന ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്ത് വിധി എഴുതും എന്നാണ് കേരളം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഒരു ചെറിയ രംഗം, പക്ഷേ അതിനോട് ഉയർന്ന ചോദ്യങ്ങൾ വലിയ രാഷ്ട്രീയ വിധിയെ നിർണ്ണയിക്കും എന്ന് ഉറപ്പ്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം അവരുടെ അഭിപ്രായവും ഈ വിഷയത്തിൽ നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങൾക്ക് എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കും, നിരീക്ഷിക്കും. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഇവിടെ തന്നെ ഞങ്ങൾ നൽകും എന്നും ഞങ്ങൾ വിനയത്തോടെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.